ഗാർഡനാണ്. ഞാനാണ് ഇതിപ്പം ചെടി കുഴിച്ചിടല്. നല്ലോണം വെള്ളമൊഴിച്ചെടുക്കും. ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റിങ്ങും അതുപോലെ തന്നെ ഒരു ചക്കക്കുരു പായസത്തിൻ്റെ റെസിപ്പി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വെർട്ടിക്കൽ ഗാർഡന് ചെറുതായ രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് കുറച്ച് പോട്ട്സ് കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടി ചെടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതുപോലെ ആദ്യം വെച്ചത് ഒന്ന് റീഅറേഞ്ച് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. പോട്ട്സ് വാങ്ങിച്ച് വെച്ചിട്ട് ഇപ്പോൾ കുറേ നാളായി. പകുതി പോട്ട്സ് ആദ്യം വാങ്ങിച്ചിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ കുറച്ചായിട്ട് അതിൽ ചെടി സെറ്റ് ചെയ്തതാണ്. ചെറിയ മോളെയും കൊണ്ട് പറ്റാത്തതുകൊണ്ട് കുറച്ചായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ഇതിൻ്റെ പകുതി ഭാഗമായിരുന്നു പറഞ്ഞത്. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഏട്ടൻ്റെ വീടുണ്ട്. അപ്പോൾ അവരുടെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് അവരുടെ വീട്ടിൽ വലിയ രീതിയിൽ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചെയ്യിക്കുന്ന സമയത്ത് തന്നെ വെൽഡറിനെ കൊണ്ട് പറഞ്ഞിട്ട് ബാക്കിയുള്ളത് വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റാൻഡായിരുന്നു വിചാരിച്ചത്, 2 സ്റ്റാൻഡായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഒരുപാട് ഹാങ്ങിങ് പോട്ട്സ് ഇതിൽ കൊള്ളുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രാസ് പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആദ്യം ഈ ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത സമയത്ത് ഇതുപോലുള്ള ഗ്രാസ് പ്ലാന്റ് ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. നല്ല രസമായിരുന്നു. അതിങ്ങനെ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ശ്രദ്ധക്കുറവ് കൊണ്ട് കുറച്ച് നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള മണ്ണ് കണ്ടില്ലേ, നമുക്ക് റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ മഴക്കാലത്ത് ഒലിച്ച് വന്നിട്ടുള്ള ഒരു പൂഴി ചേർന്നിട്ടുള്ള മണ്ണുണ്ടല്ലോ, അതാണ്. അതുപോലെ തന്നെ ഹാങ്ങിങ് പോട്ട്സിൽ ഏറ്റവും നല്ലത് ഇതുപോലുള്ള ചകിരിപ്പൊടിയും പൂഴി കലർന്ന മണ്ണും അതുപോലെ വളവും കൂടി മിക്സ് ചെയ്തിടുന്നതായിരിക്കും. ചകിരിപ്പൊടി ആകുമ്പോൾ നമുക്ക് ഒരുപാട് വെയിറ്റ് വരുന്നില്ല. അപ്പോൾ അതിൻ്റെ കൊളുത്ത് പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാനൊക്കെ ചകിരിപ്പൊടിയിലായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതുപോലെ ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോവുകയും ചെയ്യില്ല. നമ്മൾ 2 ദിവസം ഒന്നും നനച്ചിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ വളം ചേർത്തിട്ടില്ല, വളം കയ്യിലില്ലാത്തതുകൊണ്ട് പിന്നീട് മുകളിലായിട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. ആദ്യം ചെയ്തതിൽ വളം കൂടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ചെടി എടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സെയിം മുറ്റാണ് വരുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്, കണ്ടില്ലേ. വലിയ രീതിയിൽ തന്നെ അവർ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു വെർട്ടിക്കൽ ഗാർഡൻ. അപ്പോൾ അതിൽ തിങ്ങി നിറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് പൊട്ടിച്ചിട്ട് മാറ്റി നട്ട് കഴിഞ്ഞാലാണ് നല്ല ഭംഗിയിൽ ഉണ്ടാവുകയും ചെയ്യുക. ഓരോ പ്ലാന്റ് കളക്ട് ചെയ്തിട്ട് നട്ടു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കുട്ടികളെല്ലാം നല്ല കളിയിലും എൻ്റെ മോളെ കളിപ്പിക്കുന്ന തിരക്കിലെല്ലാം. പക്ഷെ മുഹമ്മദിന് മാത്രം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതുപോലുള്ള ചെടി നടാനും അതുപോലെ മണ്ണ് മിക്സ് ചെയ്യാൻ, ഇതുപോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ല ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ സാധാരണ സ്കൂൾ വിട്ട് വന്ന് ഫുഡ് കഴിക്കാനെല്ലാം നല്ല മടിയായിരിക്കും. പക്ഷെ നമുക്ക് ചെടി നടാലോ മണ്ണെടുക്കാലോ എന്നെല്ലാം പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് റെഡി ആയിട്ട് വന്നതാണ്. നമ്മുടെ ഹാങ്ങിങ് പോട്ട്സ് എല്ലാം തന്നെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ താഴത്തുനിന്ന് പറഞ്ഞു കൊടുത്തിട്ട് മുഹമ്മദാണ് ഇതെല്ലാം തന്നെ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് വളർന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഭംഗിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ താഴത്തൊക്കെ ഉള്ളത് കുറച്ചുകൂടി ഒന്ന് വലുതായിട്ട് വരണം. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 5-5:30 മണിയോട് കൂടിയിട്ടാണ് ഇതൊക്കെ കഴിഞ്ഞു. അങ്ങനെ അവൻ പറഞ്ഞു എനിക്ക് പായസം വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചക്കക്കുരു പുഴുങ്ങിയതുണ്ടായിരുന്നു. അപ്പോൾ ചക്കക്കുരു വെച്ചിട്ട് പായസം ഉണ്ടാക്കാമെന്ന് കരുതി. ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ചക്കക്കുരു വെച്ചിട്ടുള്ള പായസം. അപ്പോൾ അതിനുള്ള തേങ്ങ ഒന്ന് ചെറുകിയെടുത്തു.
ഏകദേശം ഒരു 1.5 തേങ്ങയോളം ചെറിയ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ നല്ല കട്ടിക്കുള്ള 1-ാം പാലും അതുപോലെ കുറച്ച് ലൂസായിട്ട് 2-ാം പാലും എടുത്ത് വെക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ശർക്കര മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സെയിം ടൈമിൽ തന്നെ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തൊരു പായസമാണ്. അങ്ങനെ പായസത്തിലേക്കായിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ചക്കക്കുരു തന്നെ നല്ല കട്ടിക്കുള്ള കുരു ഉണ്ടല്ലോ, ഒരുപാട് ഉടഞ്ഞു പോകാത്തത്, അതിനെ ചെറുതായിട്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഫ്രൈ ചെയ്തിടാനായിട്ട്. പിന്നെ ബാക്കിയുള്ള ചക്കക്കുരു തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ടതുകൊണ്ട് തൊലി കളയാതെ തന്നെ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ തൊലി കളഞ്ഞിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പാൻ ആദ്യം ഒന്ന് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ഗീ ഒഴിച്ചിട്ട് നമ്മുടെ ചക്കക്കുരുവിൻ്റെ മിക്സ് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ശർക്കര പാനി വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റി ആയിരിക്കും ഈ ഒരു പായസം. നിങ്ങൾ ചക്കക്കുരുവാണെന്ന് കരുതിയിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നല്ല ടേസ്റ്റുള്ള പായസമാണ്. അങ്ങനെ ശർക്കര പാനിയും അതുപോലെ തന്നെ ചക്കക്കുരുവിൻ്റെ മിക്സും നന്നായിട്ട് ഒന്ന് കുക്കാക്കി എടുത്തതിന് ശേഷം 2-ാം പാൽ, നമ്മുടെ ലൂസായിട്ടുള്ള പാലുണ്ടല്ലോ, അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് തിളക്കുന്ന സമയത്ത് തന്നെ ഞാൻ അപ്പുറത്തെ സ്റ്റൗവിൽ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ചക്കക്കുരുവിൻ്റെ ചെറുതായിട്ട് പീസാക്കി എടുത്തല്ലോ, അതുകൂടി ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ ആദ്യം ഒന്ന് തേങ്ങാക്കൊത്തൊന്ന് ഫ്രൈ ആയിട്ട് ഏകദേശം 3/4 ഫ്രൈ ആയതിനു ശേഷമാണ് ചക്കക്കുരു ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇനി 1-ാം പാൽ ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത്. തിളക്കാനായിട്ട് നിൽക്കരുത്. കുറച്ചൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് നമുക്ക് തേങ്ങാപ്പാലിൻ്റെ ഒക്കെ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടുക പായസത്തിന്. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയതിലേക്ക് കുറച്ച് ഏലക്കയും ചുക്കുപൊടി കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചുക്കുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് പരിപ്പ് പ്രഥമൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെയാണ് ഈ ഒരു പായസം വരിക. പെട്ടെന്ന് നമ്മൾ ആരോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല ഇത് ചക്കക്കുരു പായസമാണെന്ന്. അപ്പോൾ ഇതുപോലെ ചക്കക്കുരു ഫ്രൈ ചെയ്തിട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കടിക്കുന്ന സമയത്ത്. അപ്പോൾ ഒരുപാട് വെന്തുടയാത്ത ചക്കക്കുരു വേണം ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ഇടാനായിട്ട്. അങ്ങനെ പായസം റെഡിയായി. ഒന്ന് സെറ്റായതിന് ശേഷം എല്ലാവർക്കും കൊടുത്തു. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി, എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.